ഹലോ ഫ്രണ്ട്സ്, സദ്യകളിൽ അവിയലിൻ്റെ സ്ഥാനം എല്ലാവർക്കും അറിയാം. അവിയലില്ലാത്തൊരു സദ്യ എവിടെ ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ ആഘോഷത്തിനും അവിയൽ ഒരു ഏറ്റവും പ്രധാനമായ ഒരു കറിയാന്ന് തന്നെ പറയാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങ, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, പിന്നെ നേന്ത്രക്കായാണ്. പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം, 1/2 സ്പൂണ് മുളക് പൊടി, കുറച്ച് വെള്ളം, പിന്നെ കറിവേപ്പില. ഇതൊക്കെ കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കാം. ഞാൻ ഇവിടെ അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നല്ല ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞി പച്ചമുളക് ഒക്കെ കൂടി ചതച്ചെടുക്കാം ജാറിൽ. ചതച്ചെടുത്തതിന് ശേഷം വലിയ 2 സ്പൂണ് കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സിയിൽ ഓടിച്ചെടുക്കാം. ഓടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് നമുക്കിനി കഷ്ണത്തിൽ ഉപ്പ് ചേർത്തുണ്ടായില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സാക്കി ഒന്ന് അടച്ചിടാം. അടച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. അത് നമ്മുടെ കഷ്ണമൊക്കെ വെന്തുണ്ട്, പാകത്തിനായിട്ടുണ്ട്, വേവൊക്കെ പാകമാണ്. ഇനി അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് എല്ലാം കഷ്ണത്തിലേക്ക് പിടിക്കണ വിധം എല്ലാം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തിള വന്നതിന് ശേഷം എനിക്ക് ഇതിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് വെറും വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.